നമസ്കാരം. സൈനസൈറ്റിസ് മൂക്കിനും കണ്ണുകൾക്കും ചുറ്റുമുള്ള അസ്ഥികൾക്കിടയിലെ ശൂന്യമായ അറകളാണ് സൈനസുകൾ. ഈ അറകളുടെ ഉൾഭാഗത്ത് കഫം നിറഞ്ഞ് അണുബാധയെ തുടർന്ന് സൈനസുകൾ വീർത്ത് തലവേദന അടക്കമുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന അസുഖമാണ് സൈനസൈറ്റിസ്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളും മലിനീകരണവും അണുബാധയും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും സൈനസൈറ്റിസിന് കാരണമാകാറുണ്ട്. ചിലർക്ക് മൂക്കിൻ്റെ ഘടനാപരമായ വൈകല്യം മൂലവും ഇതുണ്ടാകാം. സൈനസൈറ്റിസിൻ്റെ ഫലമായി കടുത്ത തലവേദന ഉണ്ടാകും. മൂക്കടപ്പും കഫക്കെട്ടും ഇതിൻ്റെ ഭാഗമായി വരും. പുരികത്തിന് മുകളിൽ നെറ്റിയിലെ സൈനസിൽ അണുബാധ ഉണ്ടായാൽ രാവിലെ നെറ്റിയിൽ അസഹനീയമായ വേദന ഉണ്ടാകും. കലർപ്പില്ലാത്ത യൂക്കാലി ഓയിൽ, ലാവൻഡർ ഓയിൽ, ലെമൺ ഓയിൽ ഇവ സംയോജിപ്പിച്ച് മുഖത്തും നെറ്റിത്തടത്തിലും നെറ്റിക്കിരുവശത്തും കഴുത്തിൻ്റെ പുറകുഭാഗത്തും തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. യൂക്കാലിയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ ഘടകങ്ങൾ കടുത്ത തലവേദന മാറാൻ സഹായിക്കും. വിറ്റാമിൻ എ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇത് അണുബാധ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും. ധാരാളം വെള്ളം കുടിക്കുന്നത് നിർജ്ജലീകരണത്തിനും വേദന കുറയ്ക്കാനും നല്ലതാണ്. ആവി പിടിക്കുന്നതും ഗുണം ചെയ്യും. ആവി പിടിക്കുമ്പോൾ പുതിന ഇലയിടുന്നത് കൂടുതൽ ഗുണകരമാണ്. ഉപ്പുവെള്ളം മൂക്കിലേക്ക് സ്പ്രേ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് കഫത്തെ കുറയ്ക്കുകയും മൂക്ക് വൃത്തിയാക്കുകയും ബാക്ടീരിയയുടെ വളർച്ചയെ തടയുകയും ചെയ്യുന്നു. ഇത് ജലദോഷത്തിനും നല്ലതാണ്. പച്ചമഞ്ഞളും തുളസിയിലയും ഇട്ട് ആവി പിടിക്കുക. ചൂടുവെള്ളമോ സൂപ്പോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ്. ഉറങ്ങുമ്പോൾ തല ഉയർത്തി വെച്ച് കിടക്കാൻ ശ്രദ്ധിക്കുക. വേദനയുള്ള ഭാഗങ്ങളിൽ ചൂട് പിടിക്കുന്നത് നല്ലതാണ്. ചെറുചൂടുള്ള വെള്ളത്തിൽ തേനും നാരങ്ങയുടെ നീരും ചേർത്ത് കുടിക്കുക. ധാരാളം വെള്ളം കുടിക്കുന്നത് ശരീരത്തിൽ ജലാംശം കൂട്ടുകയും കഫം നേർപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അകത്തിയിലയുടെ നീർ പിഴിഞ്ഞെടുത്ത് അരിച്ച് നസ്യം ചെയ്യുക. നെല്ലിക്കയുടെ തെളിനീര് 2 മൂക്കിലും നസ്യം ചെയ്യുക. കുരുമുളകും ശർക്കരയും ചേർത്ത് തൈര് ഇടവിട്ട് കഴിക്കുക. ചെറുനാരങ്ങയും രക്തചന്ദനവും ചേർത്ത് വെളിച്ചെണ്ണ കാച്ചി തലയിൽ പതിവായി തേച്ച് കുളിക്കുന്നത് നല്ലതാണ്. കൂവളത്തിൻ്റെ ഇടിച്ചു പിഴിഞ്ഞ നീരിൽ പകുതി എണ്ണ ചേർത്ത് മണൽ പാകത്തിൽ കാച്ചി തലയിൽ തേക്കുക. സൈനസൈറ്റിസ്, ചെവിപ്പഴുപ്പ് എന്നിവ മാറും. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.